വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ യൂണിറ്റ് 3 ആണ്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള യൂണിറ്റ്. അതിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സോയിൽ പൊല്യൂഷൻ, അതുപോലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്ടർ പൊല്യൂഷനാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, അതിൽ തന്നെ ഒരു 5 ടൈപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേഴ്സ് വാട്ടർ പൊല്യൂഷൻ കാര്യങ്ങൾ, അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്? വാട്ടർ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ റിസോഴ്സ്. ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഓൾ ഫോം ഓഫ് ലൈഫ് ആൻഡ് വെജിറ്റേഷൻ. We depend on water for irrigation, industry, domestic needs, drinking purpose, for sanitation and disposal of waste. അപ്പോൾ എന്താണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്? വാട്ടർ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ഇനിയൊരു ലോക മഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് ഉണ്ടാവുക? അത് ജലത്തിന് വേണ്ടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് അത്രയും മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായ ഘടകമാണ്. നമ്മൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ജലസേചന ആവശ്യങ്ങൾക്ക്, വീട്ടാവശ്യങ്ങൾക്ക്, കുടിക്കാൻ, അതുപോലെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ വാട്ടറിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ആൾട്ടർനേഷൻ ഇൻ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ വിച്ച് മേ കോസ് ഹാർംഫുൾ എഫക്റ്റ് ഓൺ ഹ്യൂമൻ ആൻഡ് അക്വാട്ടിക് ലൈഫ്. എന്താണ് വാട്ടർ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന നമുക്കുള്ള ദോഷം? അത് മനുഷ്യനും അതുപോലെ തന്നെ അക്വാട്ടിക് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കും ഒരുപോലെ ദോഷകരമാണ്. മനുഷ്യന് മാത്രമല്ല വെള്ളം നശിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നമ്മുടെ ആവാസ വ്യവസ്ഥയിലെ ജലജീവികൾക്കും അത് കാര്യമായിട്ട് ബാധിക്കും. സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ 2 രീതിയിലാണ് വരുന്നത്. നാച്ചുറൽ സോഴ്സും മാൻ ഇൻക്ലൂഡഡ് സോഴ്സും. നാച്ചുറൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലഡ്, പിന്നെ ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെള്ളം നശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫ്ലഡ്, മഴവെള്ളം, ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്? വെള്ളം നശിക്കും. അത് നമ്മളായിട്ട് നശിപ്പിക്കുന്നതല്ല, പ്രകൃതി തന്നെ നശിക്കുന്നതാണ്. ഇനി മാൻ്റെ കാര്യമാണെങ്കിലോ, നഗരവൽക്കരണം, അതായത് അർബണൈസേഷൻ, അഗ്രികൾച്ചറൽ സോഴ്സ്, കൾച്ചറൽ സോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്താണ്? വെള്ളം നശിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഗംഗാ നദിയിലൊക്കെ ഓരോ സ്നാനം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇല്ലേ? അതുപോലെ ഇപ്പോൾ വള്ളംകളി നടത്തുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്? ജലം അത് അഫക്റ്റ് ചെയ്യും. ആളുകളൊക്കെ കൂടുതലായിട്ട് അവിടെ വേസ്റ്റ് കൊണ്ടുപോയിടുക, അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സൊക്കെ വെള്ളത്തിൽ നിക്ഷേപിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്? വെള്ളം നശിക്കും. ഇനി നോക്കാം. ദ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആർ സ്വീച്ച് ആൻഡ് അതർ വേസ്റ്റ് ഇൻ സിറ്റീസ്, ഇൻഡസ്ട്രിയൽ എഫക്ട്സ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ്, അഗ്രികൾച്ചറൽ ഡിസ്ചാർജ്, തെർമൽ പവർ ആൻഡ് പ്ലാന്റ്, ന്യൂക്ലിയർ പ്ലാന്റ് വേസ്റ്റ്, ഓയിൽ ലീക്കേജസ് ആൻഡ് ഡിസ്ചാർജ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പൊല്യൂഷൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അതായത് മലിനജലവും വേസ്റ്റൊക്കെ സിറ്റികളിലുള്ളത് അതൊരു കാരണമാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ഓരോ സ്ഥാപനങ്ങൾ അവരുടെ ഓരോ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജലത്തിൽ നിക്ഷേപിക്കുന്നത്. പിന്നെ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽ, രാസവളങ്ങൾ, കീടനാശികളൊക്കെ എന്താണ്? നമ്മളെന്തായാലും കൃഷി ചെയ്യുക കൂടുതലും എന്താണ്? വെള്ളം ലഭിക്കുന്നൊരു പ്രദേശത്തായിരിക്കും. അങ്ങനെ ഈ വേസ്റ്റ് വരുന്ന വെള്ളങ്ങളൊക്കെ എന്താക്കും? ഈ വളങ്ങൾ കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ നിക്ഷേപിക്കും. അതൊരു കാരണമാണ്. പിന്നെ തെർമൽ പവർ ആൻഡ് പ്ലാന്റ്, അതുപോലെ ന്യൂക്ലിയർ പ്ലാന്റ് വേസ്റ്റ്, ഓരോ റേഡിയേഷൻ ആക്ടിവിറ്റി പ്രൊഡക്ട്സ് സംഭവങ്ങളൊക്കെ എന്താണ്? ഇതുപോലെ ജലത്തെ നശിപ്പിക്കാൻ കാരണമാവും. പിന്നെ ഓയിൽ ലീക്കേജ് ആൻഡ് ഡിസ്ചാർജ്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഓയിലുകൾ, അതുപോലെ ഫാക്ടറികൾ, അതൊക്കെ പുറന്തള്ളുന്ന സംഭവങ്ങളൊക്കെ എന്താണ്? വെള്ളത്തിന് നാശത്തിനൊരു കാരണമാവും. ടൈപ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ മേ ബി ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റോറേജ് ഓഫ് വാട്ടർ such as surface water pollution, lake water pollution, ground water pollution, sea water pollution and river water pollution. നമുക്ക് എന്തൊക്കെ ടൈപ്പ് വാട്ടറുകളാണ് ലഭിക്കുന്നത്? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് പൊല്യൂട്ട് ആവുന്ന ഒരു രീതിയാണ് പറയുന്നത്. നമുക്ക് ലേക്ക്, ഗ്രൗണ്ട് വാട്ടർ, സീ വാട്ടർ അതൊക്കെ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് തന്നെ അതിലൊക്കെ എന്ത് സംഭവിക്കാം? പൊല്യൂഷൻ സംഭവിക്കാം. വാട്ടർ പൊല്യൂഷൻ ഓൾസോ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അതായത് സ്വീച്ച് വാട്ടർ പൊല്യൂഷൻ, ഡൊമസ്റ്റിക് വാട്ടർ പൊല്യൂഷൻ, ഡൊമസ്റ്റിക് വേസ്റ്റ് പൊല്യൂഷൻ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് സോളിഡ് വേസ്റ്റ് വാട്ടർ പൊല്യൂഷൻ, അഗ്രികൾച്ചറൽ വേസ്റ്റ് ഡിസ്ചാർജ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏതൊക്കെ രീതിയിലാണ് ആ വേസ്റ്റുകൾ ഇതിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി എന്താണ് സ്വീച്ച് വാട്ടർ പൊല്യൂഷൻ എന്നുള്ളത് നോക്കാം.
The primary source of sewage pollution is the discharge of untreated sewage in water bodies, sometimes due to improper sewage handling process in municipal bodies. എന്താണ് ഒരു നഗര ആസൂത്രണം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അല്ലാതെ അതിലുള്ള അതായത് ഇപ്പം നമ്മൾ ഓരോ നമുക്കറിയാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ഒക്കെ ചുമതലകളുണ്ടാവും. ഏതൊക്കെയാണ് വേസ്റ്റ് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും. ഇപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതൊന്നും കളക്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് അതൊക്കെ ജലത്തിലേക്ക് നിക്ഷേപിക്കാൻ ഒരു കാരണമാവും. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യാം. ദിസ് ഈസ് വെരി കോമൺ ഇൻ മേജർ സിറ്റീസ് ഓഫ് ദ കൺട്രി. ഇത് കൂടുതലായിട്ടും നഗരപ്രദേശങ്ങളിലായിരിക്കും കൂടുതൽ കാണുക. ആളുകൾ കൂടുതൽ താമസിക്കുകയും അതിനായിട്ട് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനൊരു സ്ഥലമില്ലാതൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാട്ടറിലേക്കൊക്കെ ഇതൊക്കെ ആക്കാം. കോഴിക്കോട് താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം കനോലി കനാലിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണുള്ളതെന്ന്. ആളുകളും സിറ്റിയിലുള്ള വേസ്റ്റൊക്കെ തള്ളിയിട്ട് അതൊരു ബ്ലാക്ക് കളറുള്ള വാട്ടറായിട്ട് മാറിയിരിക്കുന്നത് കാണാം. നോക്കാം. ദ വേസ്റ്റ് വാട്ടർ മസ്റ്റ് ബി ട്രീറ്റഡ് ബിഫോർ ഇറ്റ്സ് ഡിസ്ചാർജ് ഇൻ ടു ലേക്ക് ഓർ റിവർ to stimulate bacterial multiplication in order to reduce the amount of nutrient salt bodies in water. To check recycle of nutrient into water through harvest and removal of algal blossom upon their death on decomposition. To remove dissolved nutrient from water or by physical or chemical method. അപ്പോൾ എന്താണ് ലേക്കിലേക്കും റിവറിലേക്കൊക്കെ ഇങ്ങനൊരു വസ്തു എത്തുന്നതിന് മുമ്പ് തന്നെ അത് സോൾവ് ചെയ്യാനുള്ളൊരു കാര്യം ആദ്യം തന്നെ കാണണം. വാട്ടർ പൊല്യൂഷൻ ഡ്യൂ ടു ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്, അതായത് പ്രകൃതിയിലേക്ക് ഒരു തരത്തിലുള്ള ഇതൊക്കെ നിക്ഷേപിക്കുന്നത്. അതായത് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വേസ്റ്റ് വാട്ടർ ഓർ പൊല്യൂട്ടൻ ദാറ്റ് ആർ ഡിസ്ചാർജഡ് ഇൻ ടു ദ എൻവയോൺമെൻ്റ് ആണ് പ്രകൃതിയിലേക്ക് നിക്ഷേപിക്കുന്നത്. അതായത് ഇപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ വേസ്റ്റ്, പേപ്പർ മില്ലിൻ്റെത്, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഓരോ ഇൻഡസ്ട്രിയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, അതാണല്ലേ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞത്. തെർമൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ ആണെങ്കിലോ അത് നമ്മുടെ ഒരു നേരത്തെ പറഞ്ഞു റേഡിയോ ആക്റ്റീവ് അതുപോലത്തുള്ള കിരണങ്ങൾ സംഭവങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഗുണനിലവാരത്തെ അതായത് ക്വാളിറ്റീനെ ബാധിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. വാട്ടർ പൊല്യൂഷൻ ഡ്യൂ ടു അഗ്രികൾച്ചറൽ ഡിസ്ചാർജസ്, അതായത് ഇതിലെന്താ പറയുന്നത് ദ അനദർ കൈൻഡ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. നമ്മുടെ കെമിക്കലുകളൊക്കെ എങ്ങനെയാണ് പെസ്റ്റിസൈഡ്സും കെമിക്കലുകളൊക്കെ വെള്ളത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന്. കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും നമ്മൾ നല്ല രീതിയിലായിരിക്കും കൃഷി ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, എന്നാൽ ഇത് വെള്ളത്തിനെ മോശമായിട്ട് ബാധിക്കും. ആ ഒരു കാര്യമാണ് ഇതിൽ വരുന്നത്. പിന്നെ അതർ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, അതായത് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ബൈ സെപ്റ്റി ടാങ്ക്, സ്പീച്ച്, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ. സെപ്റ്റി ടാങ്ക് ഇതൊക്കെ നമ്മളെ വീടുകളിലൊക്കെ നിക്ഷേപിക്കുന്നത് അത് കിണറുകളിലേക്കോ അടുത്തുള്ള തോടുകളിലേക്കോ അങ്ങനെയൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിക്ഷേപിക്കണം. പിന്നെ മറൈൻ വാട്ടർ പൊല്യൂഷൻ, അതിലെന്താണ് വരുന്നത് അഗ്രികൾച്ചറൽ ഡിസ്ചാർജ്, ബയോ പെസ്റ്റിസൈഡ്സ്, അങ്ങനത്തെ ഒക്കെ നമ്മുടെ കടലിലേക്കൊക്കെ നിക്ഷേപിക്കുമ്പോൾ കടൽ മത്സ്യങ്ങൾക്കൊക്കെ അത് ബാധിക്കും. പിന്നെ മെർക്കുറി പൊല്യൂഷൻ, അതെന്താണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ പിന്നെ അതുപോലത്തെ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് അതിൽ പറയുന്നത്. പിന്നെ ലീഡ് പൊല്യൂഷൻ, ദ മെയിൻ സോഴ്സ് ഓഫ് ലീഡ് വാട്ടർ ഈസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്, ഇറ്റ് കോസ് ദ ഡാമേജ് ഓഫ് ലിവർ ആൻഡ് കിഡ്നി. ഈ ലീഡ് പൊല്യൂഷനിൽ എന്താണ് പറയുന്നത് മനുഷ്യൻ്റെ ലിവറിനെയും കിഡ്നിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ ലീഡ് പൊല്യൂഷനിൽ വരുന്നത്. പിന്നെ ഫ്ലൂറിഡ് പൊല്യൂഷൻ, അതിൽ എന്താണ് വരുന്നത് സോയിൽസ് നമ്മുടെ ബോണിനൊക്കെ എല്ലുകളൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ബാക്ടീരിയ ഫ്രം സ്വീച്ച് കോസ് കോളറ, തൈറോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ എന്താണ് ഫെർട്ടിലൈസേഴ്സ്, ഇൻഫെർട്ടിലൈസേഴ്സ്, ഡ്രിങ്കിങ് വാട്ടർ ഇഫക്റ്റ്, ഡിസീസ് ലൈക്ക് അനീമിയ, മനുഷ്യരീരത്തിലൊക്കെ വിളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും, രക്തക്കുറവ് അതുപോലെ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ, കുട്ടികൾക്ക് ബാധിക്കുന്ന തരത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വരാം. പിന്നെ അതുപോലത്തെ ഓരോ എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്യാൻസർ അതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയാണ് നമ്മളെ മനുഷ്യ ശരീരത്തിനെയും ഓരോ അസുഖങ്ങളൊക്കെ രൂപം വരുന്നതെന്ന്. ഇപ്പോൾ ഒരു കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗോളിയോർ എന്നുള്ള ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരുപാട് എഫക്റ്റുകൾ വന്നിട്ട് പല ആളുകൾക്കും പല ഡിസീസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റായി നോക്കുമ്പോൾ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ലല്ലോ എന്നാണ് വിചാരിക്കുക. അതിൽ ഉപയോഗിക്കുന്ന ജലത്തിൽ സ്ഥിരമായിട്ട് കുളിക്കുന്നവർ അങ്ങനത്തെ ടൈപ്പിലൊക്കെ ഓരോ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ. കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ റിക്വയർ സെവറൽ റെമഡിയൽ മെഷേഴ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ആക്ട്സ്. എന്താണ് ഓരോ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് വെള്ളം സംരക്ഷിക്കാൻ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 പോയിൻ്റാണ് നോക്കാനുള്ളത്.
സ്റ്റേബിലിറ്റി ഓഫ് എക്കോസിസ്റ്റം, ഒരു പ്രകൃതിയെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങൾ നോക്കണം. റീയൂട്ടിലൈസേഷൻ ആൻഡ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ്, നമ്മൾ മാലിന്യങ്ങളൊക്കെ പുഴ മുതലായ സ്ഥലങ്ങളിലേക്ക് നിക്ഷേപിക്കാതെ അതിനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാനും പിന്നെ പുനരുപയോഗിക്കാനൊക്കെ ശ്രമിക്കുക. പിന്നെ റിമൂവൽ പൊല്യൂട്ടൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, നമുക്ക് എന്താണ് വേസ്റ്റ് വരാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുകയും വേസ്റ്റിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. അപ്പം വാട്ടർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.